ഗാർഹികമായി പീഡിപ്പിച്ച് എന്റെ മുതലും സ്വത്തും ഒക്കെ തട്ടിയെടുത്ത്. യാസന ഷെഫീന ബീവി. ഷെഫീന ബീവിയെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. ഒരു ചെറിയ യൂട്യൂബറാണ്. സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇടലാണ് പുള്ളിക്കാരിയുടെ പ്രധാന ഹോബി. കഴിഞ്ഞ ദിവസമായിരുന്നു ഷെഫീന ബീവി ദിയാസനക്കെതിരെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിരുന്നത്. ദിയാസന അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ഇട്ടിരുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഷഫീന ബീവി എന്ന് പറയുന്ന കാട്ടുവാണത്തെ പറ്റിയിട്ട് പറയാം. റസൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സജനയുടെയും റസൽ പൂക്കുട്ടിയുടെയും വിഷയം മറച്ചു വെച്ചുകൊണ്ട് ദിയാസന വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ തള്ളി അവർക്ക് അതിനൊരു എന്താ പറയാ ചർച്ചയാക്കാൻ പാകത്തിനൊരു സംഭവം ഇട്ടുകൊടുത്ത് എന്തോ കാണിക്കുന്ന മറ്റും ഭയങ്കരമായ ആട്ടങ്ങൾ ആടുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എന്റെ ലൈഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എന്റെ ജേണിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലും ആളുകളുടെ. ദിയാസനയുടെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഷെഫീന ബീബി റസൂൽ പൂക്കുറ്റിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് റസൂൽ പൂക്കുറ്റിയുടെ സജനയുടെ വിഷയം മറച്ചു വെച്ച് ദിയാസനയെ മനഃപൂർവ്വം ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോ ചെയ്തു എന്നൊരു നിലയിലാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ദിയാസന പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ തന്റെ മകൻ അത് കണ്ടുവെന്നോ, എന്നാൽ ഒരു ചോദ്യം പോലും അതിനെപ്പറ്റി ചോദിച്ചില്ല. കാരണം താൻ ഒരു ഇൻഡിപെൻഡന്റ് മദർ ആണല്ലോ, അവൻ വളർന്നു വന്ന സാഹചര്യവും എല്ലാം അറിയാമെന്നൊക്കെ ദിയാസന പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിലുപരി എനിക്ക് കേട്ടിട്ട് സങ്കടം തോന്നിയൊരു കാര്യം, ദിയാസന തന്റെ ഭർത്താവിനെയും കുടുംബക്കാരെയും പറ്റി പറയുന്നുണ്ടായിരുന്നു. ഏതൊരു പെൺകുട്ടിയും വിവാഹ ജീവിതം വേണോ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കണോ എന്ന് ചിന്തിച്ചു പോകുന്ന തരം കാര്യങ്ങളാണ് പങ്കുവച്ചത്. എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞു മുഷിപ്പിക്കാതെ നമുക്ക് ആ വീഡിയോയുടെ ചെറിയ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. എന്റെ ജീവിതം വലിച്ചു കീറിയ ഒരു കുടുംബവും വന്ന് പബ്ലിക്കിന് വന്നിന്ന് കോരെ ഇരുന്ന് പ്രസംഗിക്കുന്നു. അതിൽ എസ്പെഷ്യലി എന്റെ ഭർത്താവായിരുന്ന ആളിന്റെ സഹോദരി, അതായത് നാഹു, അവളുടെ ഭർത്താവ് എന്റെ ജീവിതത്തിൽ വന്ന് എന്റെ മുതല് മുഴുവനും തിന്നു. ഞാൻ അപ്പോഴും ഈ ഭർത്താവായിരുന്ന ആളിനെ പോലും കൂടുതൽ പറയില്ല. കാരണം അയാളുടെ ആക്രമണം സഹിക്കാൻ വയ്യാതെ എന്റെ ജീവിതം വഴിമുട്ടി ഞാൻ അതിൽ നിന്ന് കരക്കേറി വന്ന നിമിഷം ഇപ്പം ആലോചിക്കുമ്പോ പുറകിലേക്ക് എന്റെ ലൈഫിൽ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ള ഒരു സമാധാനം എനിക്കുണ്ട്. പക്ഷേ കേട്ടില്ലേ, ഏതൊരു പെൺകുട്ടിക്കും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ദിയാസനയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഭർത്താവിന്റെ പീഡനം കൂടാതെ ഭർത്താവിന്റെ കുടുംബക്കാരുടെ ഭാഗത്തു നിന്ന് പീഡനം, മാത്രമല്ല തന്റെ സ്വത്തുക്കളെല്ലാം കവർന്നു ചെയ്തു. എന്റെ ഒരു അഭിപ്രായത്തിൽ പെൺകുട്ടികൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കും മുമ്പ് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായിട്ട് മാത്രം കരുതുക. കാരണം ഇതുപോലെയുള്ള കുടുംബങ്ങളിലാണ് കയറി ചെല്ലുന്നതെങ്കിൽ ജീവിതം വഴിമുട്ടും. അതുകൊണ്ട് പറഞ്ഞതാണ്. മാത്രമല്ല ഭർത്താവും കുടുംബക്കാരും തനിക്കെതിരെ പ്രതികരിച്ചത് കാശ് മേടിച്ചിട്ടാണെന്നും അതിന്റെ തെളിവ് ദിയാസനയുടെ പക്കലുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഞാൻ ഷെഫീന ബീബിയുടെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കി. ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റ് നീളുന്ന വീഡിയോ ആയിരുന്നു ദിയാസനക്കെതിരെ ഷെഫീന ബീബി ചെയ്തത്. മൊത്തത്തിൽ എനിക്ക് കേട്ടിട്ട് മനസ്സിലായത് പരസ്പരമുള്ള വെല്ലുവിളിയാണ്. കാരണം ദിയാസനയും വെല്ലുവിളിച്ച് തന്നെയാണ് ഷെഫീന ബീബിക്കെതിരെ വീഡിയോ ഇട്ടത്. അതിൽ പറയുന്നത് നീ പറയുന്നിടത്ത് ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നിടത്ത് നീ വാ, നീ കാരണം ആക്രമിക്കപ്പെട്ട പെൺകുട്ടികൾ എല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് കൂടിയിട്ടുണ്ട് നിനക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ എന്നൊക്കെ വെച്ച് കാച്ചുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കട്ടക്കൽപ്പിൽ പരസ്പരം വിട്ടുകൊടുക്കാതെയുള്ള ഫൈറ്റ് ആണ്. എന്താകുമോ എന്തോ. എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.